ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഫുൾ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി വേണം കേട്ടോ. അതാണ് ഇവിടുത്തെ നിയമമായി. ഹായ്, കഴിഞ്ഞ ദിവസം ഞാനേ ഒരു ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നേ. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് എന്താണെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് പറയാം. വന്നിരിക്കും. ഇത് ലേണേഴ്സിൻ്റെ എനിക്കായിരുന്നു മാർക്ക് കൂടുതൽ. നിന്നോട് ഞാൻ ഇപ്പോൾ ചോദിച്ചോളാം കുഞ്ഞിരാമ. ഇത് കുറച്ച് പ്രോസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പ് അതാണ്. 17 euro നമ്മൾ പേ ചെയ്ത് ആ ആപ്ലിക്കേഷൻ എടുക്കുക. 800 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 5-6 തവണയെങ്കിലും നമ്മളൊന്ന് വായിക്കുകയും ചെയ്യണം. ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്, അതായത് ഈ ആപ്പിന്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ വോയിസ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിൽ ആ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഈ എക്സാം ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യണം, PPSN, GNIB, പാസ്പോർട്ട് ഏതാണോ സെലക്ട് ചെയ്യണം അതുമായിട്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാൻ. അന്നേരം തന്നെ നമുക്ക് പാസ്സായോ ഇല്ലയോ എന്നറിയാം. നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ മെയിൽ വരും, എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പാസ്സായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉള്ള നമ്മൾ ഐ ടെസ്റ്റ്. അപ്പോൾ ഐ ടെസ്റ്റിന് ഞങ്ങൾക്ക് ഒരാൾക്ക് 45 euro ആയി. ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഡ്രൈവേഴ്സ് പെർമിറ്റ് അല്ലെങ്കിൽ ലേണേഴ്സ് പെർമിറ്റ് ഐ ടെസ്റ്റ് ആണ്. അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു സൈറ്റിൽ തന്നെ നമ്മൾ അതായത് ലേണേഴ്സ് പെർമിറ്റ് കാർഡിന് വേണ്ടി വീണ്ടും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എക്സാമിന് ശേഷം. അതിൽ അവർ ചോദിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ റെസിഡൻസി ഡോക്യുമെന്റ്, GNIB അല്ലെങ്കിൽ PPSN അങ്ങനെ ഒരു ഡോക്യുമെന്റ്. അതുകൂടാതെ നമ്മുടെ അഡ്രസ് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചാലും മതി. പിന്നെ അതിനൊപ്പമാണ് നമ്മൾ ഈ ഐ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ആഡ് ചെയ്യുന്നത്. ഈ ഐ ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് കറക്റ്റ് 30 ഡേയ്സിലേക്ക് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ ടെസ്റ്റ് എടുത്ത് ഉടനെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കണം ലേണേഴ്സ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള. ഒപ്പം തന്നെ ഇവർ കുറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്ത് വിടണം. ഇത് എല്ലാം വിട്ട് കഴിയുമ്പോൾ ആണ് വേറൊരു ടെസ്റ്റ്. വീണ്ടും ഒരു 45 euro നമ്മൾ വീണ്ടും പേ ചെയ്യണം. കാർഡ് അടിക്കുന്നതിന് ആയിരിക്കാം കേട്ടോ. അതിന് വീണ്ടും ഒരു 45 euro നമ്മൾ പേ ചെയ്താലേ ഉള്ളൂ അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകത്തുള്ളൂ. അത് സബ്മിറ്റ് ആയി ഒരു 3 to 6 ഡേയ്സിനുള്ളിൽ ലേണേഴ്സ് പെർമിറ്റ് നമ്മുടെ വീട്ടിൽ വരും. 150 താഴെ ആയിരിക്കും ഒരാൾക്ക് ലേണേഴ്സ് എടുക്കാൻ. ലേണേഴ്സ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ചെലവാകട്ടോ. നിങ്ങൾ ആ 800 ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്യുകയാണെങ്കിൽ എക്സാം റിയലി ഈസിയാണ്. വോയിസ് ഓവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മലയാളം വന്നു എന്നുള്ള സാധനം കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. നമ്മുടെ നാട്ടിലെ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ലിസ്റ്റ് ഞാൻ ഇപ്പൊ കാണിക്കാവേ. നമ്മുടെ ഇന്ത്യയിൽ മലയാളം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ. ഇവൻ തമിഴ് ഞാനോർത്തെ ഹിന്ദി കാണുമായിരിക്കും എന്നാ ഓർത്തെ. അത് തന്നെ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. എന്താണെങ്കിലും അതിനും പുറകില് പ്രവർത്തിച്ച ആരാണെങ്കിലും ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി വലിയൊരു കാര്യം, ചെറിയൊരു കാര്യമല്ല. അടുത്ത വീഡിയോ കാണാം കേട്ടോ.